സ്വപ്ന ചിത്രങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സിനിമ ദി മോട്ടോർ സൈക്കിൾ ഡയറീസ് ആണ്. അർജൻറ്റീനയാണ് രാജ്യം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു സഞ്ചാരമാണ് ഈ ചിത്രം. സിനിമയിലേക്ക് പോകും മുമ്പ് ഒരു കാര്യം, എൻ്റെ വീഡിയോ കാണുന്നവരുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും ലൈക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഇപ്പോഴും കുറവാണ്. ഒരു അഭിപ്രായം എഴുതുന്നവർ ഇല്ല എന്ന് തന്നെ പറയാം. അതുപോരാ, ലൈക്കും കമൻറ്റും കിട്ടിയാൽ യൂട്യൂബിൽ ഇത് പോസ്റ്റാവും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു കമൻറ്റ്, ഒരു ലൈക്ക് എന്നിവ തരണം. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം. അവരെ കൊണ്ടും ഇത് ചെയ്യിക്കണം. ഇനി സിനിമയിലേക്ക്. പിൽക്കാലത്ത് ലോകപ്രശസ്തരായ രണ്ട് പേർ അവരുടെ യൗവനകാലത്ത് ലാറ്റിൻ അമേരിക്കയിലൂടെ നടത്തിയ ഒരു ബൈക്ക് യാത്രയാണ് ഈ സിനിമ. അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ രണ്ടുപേരെയും രൂപപ്പെടുത്തി. അവർ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെയും രൂപപ്പെടുത്തി. ആ കഥയാണ് ദി മോട്ടോർ സൈക്കിൾ ഡയറീസ്. ഏണസ്റ്റോ ഗുവേര ഡി ലാ സെർണ, ഫൈസർ എന്നാണ് വിളിക്കുന്നത്. ആൽബർട്ടോ ഗ്രനേഡ എന്ന് വിളിക്കും എന്നീ സുഹൃത്തുക്കളാണ് യാത്ര ചെയ്യുന്നത്. കാലം 1952. 4 മാസം കൊണ്ട് 8000 കിലോമീറ്റർ യാത്ര ചെയ്യുക. ലക്ഷ്യം പുസ്തകങ്ങളിൽ നിന്ന് മാത്രം നമുക്കറിയാവുന്ന തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡം പര്യവേഷണം ചെയ്യുക. ഏതാനും കാടുകൾ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. അത് ഇങ്ങനെയാണ്. ഇതൊരു മറക്കാനാവാത്ത കഥയല്ല, രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ കഥ. സ്വപ്നങ്ങളും ആദർശങ്ങളും ഒരേ സ്വത്വത്തോടെ മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ ആരംഭിക്കുന്നു മോട്ടോർ സൈക്കിൾ ഡയറീസ്. തടിച്ചവൻ ആണ് ആൽബർട്ടോ ഗ്രനേഡോ. അയാൾക്ക് 29 വയസ്സായി. ഒരു ബയോകെമിസ്ട്രി ആണ്. പക്ഷേ ഫ്യൂസർ എന്ന് വിളിക്കുന്ന ഏണസ്റ്റോ ഗുവേര ഡി ലാ സെർണ ആണെങ്കിൽ മെലിഞ്ഞവനും 23 വയസ്സുകാരനും യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥിയുമാണ്. ഗ്രനേഡോവിന് 30 വയസ്സാകുമ്പോഴേക്കും തിരിച്ചെത്തണം എന്നാണ് പ്ലാൻ. അപ്പോഴേക്കും ഫ്യൂസറിൻ്റെ വെക്കേഷനും കഴിയും. ഫ്യൂസറിൻ്റെ വീട്ടുകാരുടെ യാത്ര അയപ്പിന് ശേഷം രണ്ടുപേരും യാത്ര ആരംഭിക്കുന്നു. രണ്ടുപേരും മാറി മാറി ഓടിക്കുന്നു. അതിൻ്റെ ഇടയിൽ റോഡിൽ വണ്ടി പാളി ഒരു സൈഡിലെ തോട്ടിലേക്ക് മറിയുന്നു. ആർക്കും ഒന്നും പറ്റില്ല. വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. അർജൻറ്റീനയിലെ മനോഹരമായ ഭൂപ്രകൃതി. വണ്ടി ഓടുന്നു. രാത്രിയാവുന്നു, പകലാവുന്നു. വണ്ടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. റോഡ് വീണ്ടും ഇളകിയ മണ്ണിലേക്ക് പ്രവേശിക്കുകയും വണ്ടി പാളി മറിയുകയും ചെയ്യുന്നു. ഇത്തവണ രണ്ടുപേർക്കും ചില്ലറ പരിക്കുകൾ പറ്റുന്നു. അന്ന് രാത്രിയായി. അവർ ഒരു നദീതീരത്ത് കിടക്കാനായി ടെൻറ്റ് വിരിച്ചപ്പോൾ അത് കാറ്റുകൊണ്ടുപോയി. അടുത്ത വീട്ടിലെ ലൈറ്റ് കണ്ടപ്പോൾ അവർ ആ വാതിലിൽ മുട്ടുന്നു. ഗൃഹനാഥൻ വന്ന് അവർക്ക് പറയാനുള്ള മുഴുവൻ കേട്ടു. അവർ തലസ്ഥാനത്ത് നിന്നും വന്ന ഡോക്ടർമാരാണെന്നും വലിയൊരു മഹാമാരിയെ കെട്ടിക്കാൻ വന്നതാണെന്നും ഒക്കെ വാചകം അടിക്കുന്നു ഗ്രനേഡോ. ഇന്ന് രാത്രി ഉറങ്ങാൻ സൗകര്യം വേണമെന്നും അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാം കേട്ടതിന് ശേഷം അയാൾ പറയുന്നു, അവിടെ കളപ്പുരയുണ്ട്, എൻ്റെ ആളുകൾ ഉറങ്ങുന്നുണ്ട്, അങ്ങോട്ട് പൊയ്ക്കോ. ഡോക്ടർമാർ ഷൂ ആയിപ്പോയി. ഇത് അവർക്കൊരു പാഠമാണ്. അന്ന് രാത്രി അവർ കളപ്പുരയിൽ ഉറങ്ങുന്നു. വീണ്ടും യാത്ര. അടുത്ത ദിവസം രാത്രി വേറൊരു വാതിലിൽ മുട്ടുന്നു. വീട്ടുകാരൻ ഇറങ്ങി വരുമ്പോൾ ഡോക്ടർമാരാണ് എന്ന് പറഞ്ഞ് ഗ്രനേഡോ പറഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിലെ മുഴ ഒന്ന് നോക്കാൻ ആവശ്യപ്പെടും. ഇത് ട്യൂമറാണെന്ന് ഫ്യൂസർ പറയുമ്പോൾ ഗ്രനേഡോ പറയുന്നത് അത് സിസ്റ്റോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷേ ഫ്യൂസർ പറയുന്നത്
നിങ്ങൾ നഗരത്തിൽ പോയി വേഗം ഡോക്ടറെ കാണണം എന്നാണ്. അതിൻ്റെ ആവശ്യമില്ല എന്ന് ഗ്രനേഡോ പറയുമ്പോൾ ഫ്യൂസർ ചോദിക്കുന്നത്, പിന്നെ എന്തുകൊണ്ട് പിന്നെ ചികിത്സിക്കും? പുല്ലുകൊണ്ടോ? പ്രാർത്ഥന കൊണ്ടോ? ഛേ! ഇതോടെ ഗൃഹനാഥൻ അവരെ ഓടിച്ചു വിടുന്നു. തടാക തീരത്ത് ഗ്രനേഡോ ഒരു പക്ഷിയെ വെടിവെച്ച് വീഴ്ത്തി. അതിനെ തടാകത്തിൽ നിന്നും വീണ്ടെടുക്കാൻ ഫ്യൂസറിനെ നിയോഗിച്ചു. പാവം ഫ്യൂസർ. അവന് അതിൻ്റെ തണുപ്പ് ഏറ്റ് വലിവ് ബാധിച്ചു. രാത്രി മുഴുവൻ അവൻ പ്രശ്നത്തിലായിരുന്നു. വലിവുള്ള അവനെ പിന്നിലിരുത്തി ഗ്രനേഡോ വണ്ടി ഓടിക്കുന്നു. ഫിയാസ് തടാകത്തിൽ എത്തുന്നു. ബോട്ടിൽ അവർ തടാകം കടന്ന് ചിലിയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ആകെ മഞ്ഞാണ്. മഞ്ഞിൽ വണ്ടി ഓടിച്ചും പഴയ പരിക്ക് ഏറ്റും വണ്ടി ആകെ കോശമാകുന്നു. ചിലിയിലെ ഒരു ബാങ്കിൽ നിന്നും ഫ്യൂസർ പൈസ എടുക്കുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഒരു ഒതുങ്ങിയ സ്ഥലത്ത് അവർ ഉറങ്ങുന്നു. രാവിലെ ഒരു പയ്യൻ പത്രം എന്ന് വിളിച്ച് പറയുന്നത് കേട്ടാണ് ഫ്യൂസർ ഉണരുന്നത്. പത്രത്തിൽ അവൻ്റെയും ഗ്രനേഡോയുടെയും പടവും വാർത്തയുമുണ്ട്. തെക്കേ അമേരിക്കയിൽ ആകെ പര്യടനം നടത്തുന്ന 2 യുവ ഡോക്ടർമാർ എന്നാണ് വാർത്ത. ചിലിയിൽ ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് കണ്ട് അവർ ബൈക്ക് അവിടെ കയറ്റുന്നു. പൈസയില്ല എന്ന് പറയുമ്പോൾ വർക്ക്ഷോപ്പുകാരൻ ചൂടാവുന്നു. ഗ്രനേഡോ അന്നത്തെ പത്രം എടുത്ത് ഇവരുടെ ഫോട്ടോയും വാർത്തയും കാണിച്ചു കൊടുക്കുന്നു. അയാളും ഭാര്യയും ഇവരിൽ ഇംപ്രസ് ആവുന്നു. ഇന്ന് ഇവിടെ ഒരു ഡാൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ പോകാവുന്ന അയാൾ സന്തോഷത്തോടെ പറയുന്നു. ഡാൻസ് ഫ്ലോറിൽ ഗ്രനേഡോ അവിടെ കണ്ട ഒരു പെണ്ണിനെയും കൊണ്ട് ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ വർക്ക്ഷോപ്പുകാരൻ്റെ ഭാര്യ വരുന്നു. അവൾ ഫ്യൂസറുമായി ഡാൻസ് ചെയ്യുന്നു. അത് ഒരാൾ വർക്ക്ഷോപ്പുകാരനെ വിളിച്ച് കാണിക്കുന്നു. കുടിച്ച് ലെവൽ തെറ്റിയ അയാൾ ഒരു ബിയർ കുപ്പിയെടുത്ത് ഫ്യൂസറിൻ്റെ നേരെ എറിയുന്നു. അവനും ഗ്രനേഡയും ഓടുന്നു. ആളുകൾ പിന്നാലെ. അവർ ബൈക്കെടുത്ത് സ്ഥലം വിടുന്നു. വീണ്ടും യാത്ര. ഫ്യൂസറാണ് വണ്ടി ഓടിക്കുന്നത്. ഗ്രനേഡോ ചോദിക്കുന്നുണ്ട് ക്ഷീണിച്ചോ എന്ന്. ഇല്ല എന്ന് ഫ്യൂസർ. വഴിയിൽ ഒരു പശു. വളവ് തിരിയുമ്പോൾ ഒരുപാട് പശുക്കൾ. ഫ്യൂസറിന് വണ്ടി മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ വണ്ടി ഒരു പശുവിൻ്റെ മേൽ ഇടിച്ച് മറിയുന്നു. വണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതായി. അവർ ഒരു ലോറിയിൽ കയറ്റി ടൗണിലേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ ആ ഫയർ ഓഫീസർ അവർക്ക് സ്ഥലം നൽകി. അടുത്ത ദിവസം അവരുടെ മെക്കാനിക്ക് വണ്ടി നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോൾ കൊടുത്താൽ എന്തെങ്കിലും കിട്ടും. അവർ ആ വണ്ടി അവർക്ക് കൊടുത്തിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നു. ഗ്രനാർഡോവിന് സങ്കടം സഹിക്കാൻ വയ്യ. അറ്റക്കാമ മരുഭൂമി, ചിലി, മാർച്ച് 11. കിലോമീറ്റർ 4960. മരുഭൂമിയിൽ അവർ 2 പേരെ കണ്ടെത്തി. ഗ്രനേഡോ തൻ്റെ മാപ്പ് കൊടുത്തപ്പോൾ അവർ കണ്ടെത്തി, ഞങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നതെന്ന്. ഞങ്ങളുടെ ഭൂമി ദരിദ്രവും വരണ്ടതും കൃഷി യോഗ്യമല്ലാത്തതുമാണ്. അത് ഞങ്ങളുടേതായി വീട്ടുടമസ്ഥൻ വന്ന് ഞങ്ങളെ പുറത്താക്കുന്നത് വരെ. വികസനത്തിന് വേണ്ടിയാണെന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളെ ബന്ധുക്കളുടെ കൂടെ വിട്ട് ഞങ്ങൾ ജോലി തേടി അലയേണ്ടി വന്നു. അറസ്റ്റ് ചെയ്യുന്ന പോലീസിൽ നിന്നും ഓടിപ്പോണം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ കാരണം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞങ്ങൾ ഖനികളിലേക്ക് പോകുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടും. അപകടകരമാണെങ്കിൽ പോലും ഖനികളിൽ ഞങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ആരും ശ്രദ്ധിക്കില്ല. തണുത്ത് വിറയ്ക്കുന്ന ആ സ്ത്രീക്ക് ഫ്യൂസർ തൻ്റെ പുതപ്പ് കൊടുത്തു. അവൻ ആലോചിച്ചു, ആ കണ്ണുകൾക്ക് ഇരുണ്ടതും ദുരന്തപൂർണവുമായ ഒരു ഭാവമായിരുന്നു. ദുരൂഹ സാഹചര്യങ്ങളിൽ കാണാതായ അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളെക്കുറിച്ച് അവർ ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തണുപ്പുള്ള രാത്രിയായിരുന്നു ഇത്. പക്ഷേ അവരെ കണ്ടുമുട്ടിയത്
എന്നെ മനുഷ്യത്വത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ഖനിയിലേക്ക് ആളെ എടുക്കുന്നു. നീ നീ നീയും വാ, വേഗം വാ, അടുത്തത് നീ, വേഗം ട്രക്കിൽ കയറൂ, മറ്റുള്ളവർ വീട്ടിലേക്ക് പോകൂ, പുറത്ത് കിടക്കൂ. ഫ്യൂസർ അവൻ്റെ അമ്മയ്ക്ക് എഴുതി. ഞങ്ങൾ ഖനിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ യാഥാർത്ഥ്യത്തിൽ മാറ്റം അനുഭവപ്പെട്ടു. അല്ലെങ്കിൽ മാറിയ ഞങ്ങൾ മലയിലേക്കുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ കൂടുതൽ തദ്ദേശീയരെ ഞങ്ങൾ കണ്ടെത്തി. വീടില്ലാത്തവർ, ഒരു വീട് പോലും ഇല്ലാത്തവർ. ഒടുവിൽ ഞങ്ങൾ പെറുവിലേക്ക് പ്രവേശിച്ചു. ഇന്ന് ഞാൻ മിക്കവാറും മറന്നുപോയി. ഇന്ന് ഗ്രനേഡോയുടെ 30ാം ജന്മദിനമാണ്. അവൻ എപ്പോഴും സ്വപ്നം കണ്ടതുപോലെ വെനിസ്വേലയിലേക്കല്ല ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഞങ്ങൾ വളരെ ക്ഷീണിതരാണ് അമ്മേ, ഞങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയില്ല എന്ന് ഫിസർ എഴുതുന്നു. മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഒരു പാതയാണിത്. പെറുവിൻ്റെ തദ്ദേശീയരായ സ്ത്രീകളെ അവർ കണ്ടെത്തി. പശുവിനെ മേയ്ക്കേണ്ടി വന്നതിനാൽ താൻ ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ലെന്നും അതുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്തതെന്നും ഏറ്റവും പ്രായമുള്ള സ്ത്രീയെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു. മുമ്പ് എന്തും വാങ്ങാൻ ആവശ്യത്തിന് പണമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ പണത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ജോലികളൊന്നും ഇല്ല, അത് നമ്മെ നിരന്തരം ബാധിക്കുന്നു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉടമ വന്ന് എന്നോട് തൻ്റെ ഭൂമിയിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവൻ എന്നെ പുറത്താക്കി. അവൻ നിന്നെ പുറത്താക്കിയോ? അതെങ്ങനെ സാധിക്കും എന്ന് ഫ്യൂസർ. അവൻ പോലീസിനെ കൊണ്ടുവന്നു. അതെ, അവൻ പോലീസിനെ കൊണ്ടുവന്നു. അവൻ സ്വാധീനമുള്ള ആളാണ്. അവൻ ധനികനാണ്. ഈ ഭൂമി ഗോതമ്പ്, ചോളം, ഉരുളക്കിഴങ്ങ്, പയർ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നു. വിളവിൻ്റെ ഒരു ഭാഗം എനിക്ക് ലഭിക്കും എന്ന് ഞാൻ കരുതി, പക്ഷേ എന്നെ പുറത്താക്കി. ഈ പ്രദേശത്തെ മറ്റു കർഷകരോടൊപ്പം നിങ്ങൾ ചേർന്നിട്ടുണ്ടോ? അതെ, ഞങ്ങൾ നടത്തുന്ന അസോസിയേഷനിൽ ഞങ്ങൾ പരസ്പരം സഹായിക്കുന്നു. ഒരുമിച്ച്. മാച്ചു പിച്ചു, പെറു, ഏപ്രിൽ 5. കിലോമീറ്റർ 7014. ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം, ഗണിതം എന്നീ മേഖലകളിൽ ഇൻകകൾക്ക് ഉയർന്ന തലത്തിലുള്ള അറിവുണ്ടായിരുന്നു. പക്ഷേ സ്പാനിഷ് കോളനിക്കാരുടെ കൈവശം വെടിമരുന്ന് ഉണ്ടായിരുന്നു. ഫ്യൂസർ, എൻ്റെ ചിന്തകൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഞാൻ ഒരു ഇൻകയെ വിവാഹം കഴിക്കുകയും ഒരു തദ്ദേശീയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്യും. തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. ആയുധങ്ങളില്ലാതെ വിപ്ലവമോ? നിനക്ക് ഭ്രാന്താണെന്ന് ഫ്യൂസർ അമ്മയ്ക്ക് എഴുതി. ലിമയിലെ ഏറ്റവും നല്ല മനുഷ്യൻ അമ്മേ, അത് ഡോക്ടർ ഫ്യൂഹോ പെസെ ആണ്. പെറുവിലെ കുഷ്ഠരോഗ പരിചരണ പദ്ധതിയുടെ തലവൻ. അദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, വസ്ത്രങ്ങൾ തന്നു, പണവും പുതിയ ആശയങ്ങളും തന്നു. ലാറ്റിൻ അമേരിക്കയിലെ തദ്ദേശീയരുടെയും കർഷകരുടെയും വിപ്ലവകരമായ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. തദ്ദേശീയരുടെ ഏറ്റവും വലിയ പ്രശ്നം ഭൂമിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിപ്ലവ അനുകരണത്തെക്കുറിച്ചല്ല, മറിച്ച് ജനങ്ങളുടെ വീരപ്രകടനത്തെക്കുറിച്ചാണ്. പെറൂവിയൻ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള 7 വ്യാഖ്യാന ഉപന്യാസങ്ങൾ നമ്മളെ വിഭജിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അദ്ദേഹം പറഞ്ഞു. എല്ലാം നമ്മളെ ഒന്നിപ്പിക്കുന്നു. അദ്ദേഹം അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രോഗികളുടെ പ്രധാന വിഭാഗം ഇതാണ്. 1ാം ഘട്ട കുഷ്ഠരോഗികൾക്ക് ചികിത്സ നൽകുന്ന വിഭാഗം. കൂടുതൽ ഗുരുതരാവസ്ഥയിലുള്ളവരെ ആമസോണിലെ സാൻ പാൻഗ്ലോ ലെപ്പസി സെൻ്ററിലേക്ക് അയക്കുന്നു. ഒരുപാട് സംശയങ്ങളും ആശകളും കൊണ്ടാണ് നിങ്ങൾ അവിടം സന്ദർശിക്കാൻ പോകുന്നത്. എനിക്ക് വളരെ സന്തോഷം. അദ്ദേഹം അവരെ
കപ്പൽ കയറ്റിവിടുന്നു. 5 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ അവിടെ എത്തും. ഫ്യൂസർ പറയുന്നു, എല്ലാത്തിനും നന്ദി. ഇത് ഞങ്ങൾക്ക് ഒരു ബഹുമതിയാണ്. കപ്പലിൻ്റെ പിറകിൽ ഒരു വള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിലാണ് ദാരിദ്ര്യമുള്ള ആളുകൾ യാത്ര ചെയ്യുന്നത്. അവർക്ക് യാതൊരു സൗകര്യങ്ങളും അവിടെയില്ല. 5-ാമത്തെ ദിവസം രാവിലെ കപ്പൽ ഇവിടെ എത്തി. ഒരു വള്ളത്തിൽ 2 പേരെയും കരയ്ക്ക് എത്തിക്കുന്നു. ചാർജുള്ള ഡോക്ടർ കാത്തു നിൽപ്പുണ്ട്. അയാൾ പറയുന്നത്, ഇവിടെ 2 വിഭാഗം ഉണ്ട്. ഡോക്ടർമാർ, നേഴ്സുമാർ, കന്യാസ്ത്രീകൾ ഒക്കെ വടക്ക് ഭാഗത്തും രോഗികൾ തെക്ക് ഭാഗത്തും. രാവിലെ 2 പേരും ഡോക്ടറോടൊന്നിച്ച് രോഗികളെ കാണാൻ പുറപ്പെടുന്നു. ഡോക്ടർ ഇവർക്ക് കയ്യുറ നൽകി പറയുന്നു, ഹെഡ് സിസ്റ്ററിന് ഇത് നിർബന്ധമാണ്. ഫ്യൂസർ പറയുന്നു, ഇത് പകരുന്ന രോഗമൊന്നുമല്ല, അതുകൊണ്ട് കയ്യുറ വേണ്ട, ഞാൻ പറഞ്ഞു എന്ന് മാത്രം എന്ന് ഡോക്ടർ. ജീപ്പിൽ കയറുമ്പോൾ 2 രോഗികൾ ഉണ്ട്. അവർ കയ്യുറ ഇല്ലാതെ രോഗികൾക്ക് ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു. രോഗികൾക്ക് ഇത് വലിയ സന്തോഷമായി. ഉച്ചയ്ക്ക് അവർ ഭക്ഷണത്തിന് വടക്കു ഭാഗത്തേക്ക് പോയെങ്കിലും അവർ ദ്വീപിലേക്ക് തിരിച്ചു പോയി. ദ്വീപിൽ തന്നെയാണ് ഇനി താമസം എന്നും അവർ തീരുമാനിക്കുന്നു. രോഗികളുമായി അവർ ഒന്നിച്ചു ചേരുന്നു. ഫുട്ബോൾ കളി, പാട്ട്, ഡാൻസ്. രോഗം ഭേദമായിട്ടും എവിടെ തന്നെ കഴിയുന്നവരുടെ കൂടെ പണികളിൽ ഏർപ്പെടുന്നു. ഇത് രോഗികൾക്കും അല്ലാത്തവർക്കും ഭയങ്കരമായ സന്തോഷവും ആശ്വാസവും നൽകുന്നു. ഞായറാഴ്ചകളിൽ ഗ്രനേഡയും ഫ്യൂസറും പള്ളിയിൽ പോകാറില്ല. ഞായറാഴ്ച ഉച്ചഭക്ഷണം കന്യാസ്ത്രീകളുടെ വകയാണ്. പള്ളിയിൽ പോകാത്തവർക്ക് ഉച്ചഭക്ഷണം ഇല്ല. ഒരു ഞായറാഴ്ച ഉച്ചഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഫ്യൂസർ മരച്ചോട്ടിൽ ഇരുന്ന് വായിക്കുകയാണ്. അപ്പോൾ ആ 3 പേർ അവർക്ക് ലഭിച്ച ഭക്ഷണവുമായി ഫ്യൂസറിനെ കാണാനായിട്ട് വരുന്നു. ഫ്യൂസറിൻ്റെ പിറന്നാൾ ആഘോഷമാണ് വടക്ക് വശത്ത്. സദ്യ, വൈൻ, കേക്ക്, ഡാൻസ് എല്ലാമുണ്ട്. ഇതിനിടയിൽ പുറത്തു വന്ന ഫ്യൂസർ തെക്ക് വശത്തേക്ക് നോക്കുന്നു. അവൻ്റെ മനസ്സിൽ ഒരു സങ്കടം. താൻ ഉണ്ടാവേണ്ടത് അവിടെയല്ലേ. അവൻ വള്ളത്തിനു വേണ്ടി അന്വേഷിക്കുന്നു. കിട്ടാനില്ല. നാളെ കിട്ടും. പക്ഷേ അവന് അവിടെ എത്തിയേ പറ്റൂ. ഗ്രനേഡോ പറയുന്നു, നാളെ രാവിലെ പോകാം. ഫ്യൂസർ ഒട്ടും മടിച്ചില്ല. ഡ്രസ്സ് അഴിച്ച് തലയിൽ കുത്തി അവൻ നദിയിലേക്ക് ചാടി. എല്ലാവരും അന്തിച്ചു നിന്നുപോയി. വലിയൊരു നദി. പകുതി നീന്തി കഴിയുമ്പോൾ അവന് വലിവ് വരുന്നു. അത് വലുതായി വരികയാണ്. വടക്ക് പുറത്ത് ഒച്ചയും ബഹളവും കേട്ട് തെക്ക് വശത്തുകാർ നോക്കിയപ്പോൾ വലിവ് കൊണ്ട് അപശനായി ആ ഫ്യൂസർ അതാ നീന്തി വരുന്നു. തെക്ക് വശത്തുകാർക്ക് സന്തോഷം അണകൊട്ടി ഒഴുകുന്നു. എന്ന് വള്ളം വരുന്നു. ഫ്യൂസർ പോവുകയാണ്. അയാളുടെ വെക്കേഷൻ കഴിഞ്ഞു. എല്ലാവരും കൂടിയുള്ള യാത്രയയപ്പ്, വികാരനിർഭരമായ യാത്രയയപ്പ്. പിന്നെ വള്ളം. അത് തുഴയാൻ ഗ്രനേഡോയും ഫ്യൂസറും. അവർ വെനിസ്വേലയിൽ എത്തി. അവിടെ കാരക്കാസ് വിമാനത്താവളം. ഒരു കാർഗോ ഫ്ലൈറ്റിൽ ഫ്യൂസർ കയറിപ്പോയി. 2 പേരും തമ്മിലുള്ള വിടവാങ്ങൽ വികാരം നിറഞ്ഞതാണ്. സുഖത്തിലും ദുഃഖത്തിലും, രാവും പകലും, വെയിലിലും മഞ്ഞിലും കൂടെ നടന്ന സുഹൃത്ത്. വീണ്ടും കാണാം എന്നാണ് ഫ്യൂസർ പറയുന്നത്. പ്ലെയിൻ കണ്ണിൽ നിന്നും മായുന്നത് വരെ ഗ്രനേഡോ നോക്കി നിന്നു. വിമാനം മാഞ്ഞ് ഇല്ലാതാവുന്നത് വരെ അയാൾ നോക്കി നിന്നു. ഈ 2 സുഹൃത്തുക്കളും വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ 8 വർഷങ്ങൾ കഴിഞ്ഞു. 1960 ക്യൂബയിലേക്ക് വരാനും ഗവേഷകനായി ജോലി ചെയ്യാനുമുള്ള ക്ഷണം ഗ്രനേഡോ സ്വീകരിച്ചു. ആ ക്ഷണം അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തായ ഫ്യൂസറിൽ നിന്നാണ് വന്നത്. അന്ന് അയാൾ കമാൻഡർ ചെഗുവരെ എന്നറിയപ്പെട്ടിരുന്നു. ക്യൂബൻ വിപ്ലവത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ളതും
ആകർഷകവുമായ നേതാക്കളിൽ ഒരാൾ. സിനിമ ഇവിടെ അവസാനിക്കുന്നു.